അമ്മച്ചീസ് വ്ലോഗിലൂടെ നമ്മളെ എല്ലാം ചിരിപ്പിക്കുന്ന ഗീതു ആണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി ചേരുന്നത്. സ്വാഗതം ഗീതു ലേഡീസ് ബാൻഡിലേക്ക്. എങ്ങനെ പോകുന്നു അമ്മച്ചീസ് വ്ലോഗ്? എങ്ങനെ പോകുന്നു വ്ലോഗൊക്കെ? ഏത് രീതിയിൽ പോകുന്നു? ആരാധകരൊക്കെ കൂടി വരുന്നുണ്ടല്ലോ ദിനം പ്രതി. നന്നായി പോണു, എല്ലാം സൂപ്പർ ആയിട്ട് പോണു. എങ്ങനെയാ ഗീതുവിനെ ഒരുപാട് പേര് വീഡിയോസ് വ്ലോഗ് ഇടാറുണ്ട്, ഇൻസ്റ്റയില് വളരെ സജീവമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഗീതുവിന്റെ ചില കഥകളും കുട്ടിക്കാലത്തെ അനുഭവങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മുഴുവനായിട്ടുള്ള ചിത്രം അങ്ങനെ കിട്ടിയിട്ടില്ലായിരിക്കും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് തുടക്കം എങ്ങനെയായിരുന്നു ഈ വ്ലോഗിന്റെ ഒരു തുടക്കം? ഞാൻ പണ്ട് ഡബ് സ്മാഷ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിൽ കുറേശ്ശെ ചെയ്യും, പക്ഷെ ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ കാനഡയിലേക്ക് ഞാൻ പോയി, ഫാമിലി ഒക്കെ വിട്ടിട്ട് കാനഡയിൽ പോയി. നമ്മുടെ ഫസ്റ്റ് പ്രളയത്തിന്റെ അന്ന് 2018 ഓഗസ്റ്റ് 15. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കണ്ട് ആരും അങ്ങനെ ഒരു 5 പേര് കാണണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല വീഡിയോ ഇടാറ്. എന്നാലും പഠിച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്തിടും, ഓരോ വീഡിയോസ് ഡയലോഗൊക്കെ നന്നായി പഠിച്ച് ചെയ്യും. അങ്ങനെ ചെയ്ത് 4-5 വർഷം ഈ ടിക്ടോക്കിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് എടുത്തു ടിക്ടോക്ക് മൊത്തത്തിൽ. നാട്ടില് നിർത്തിയപ്പോ പിന്നെ ഞങ്ങള് കുറച്ച് ഔട്ട്സൈഡേഴ്സ് മാത്രമായി ടിക്ടോക്കില്, GCCയും പിന്നെ യൂറോപ്പ് കൺട്രീസും മാത്രമായി ടിക്ടോക്കില്, മലയാളീസ് പിന്നെ അപ്പൊ ഞങ്ങൾ കുറച്ച് പേര് മാത്രമായി. അപ്പൊ അതില് നന്നായി സജീവമായി. അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ഇടയ്ക്കാണ് നമ്മുടെ കുഞ്ചാക്ക ബോബൻ സാറിന്റെ ഒരു ദേവദൂതർ പാടി എന്നൊരു വീഡിയോ ഉണ്ടായില്ലേ. അപ്പൊ ഞാൻ പ്രസവിച്ച് കിടക്കുക, എനിക്ക് അപ്പൊ ഒരു മാസമായി ഉണ്ടാവും എന്റെ കുഞ്ഞിന്, രണ്ടാമത്തെ മോന്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, അപ്പൊ എനിക്ക് ഭയങ്കര ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈം അല്ലേ, ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഒരാളോടും മിണ്ടാണ്ട് എടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്റെ മോൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അമ്മ എന്നോട് ഇങ്ങനെ പറയാൻ, ഇങ്ങനെ ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ മോള് പോയി ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനപ്പോ വീട്ടിലെ നൈറ്റ് ഒക്കെ ഇട്ടിരിക്കണേ, ഞാൻ വെറുതെ ഓരോ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ആ വീഡിയോയിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഹൈപ്പായി. അത് ഭയങ്കര റീച്ചിലോട്ട് പോയി. പിന്നെ അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മാസം ഇട്ടുള്ളൂ 2-3 വീഡിയോസ്. അതൊരു 100K പെട്ടെന്ന് അങ്ങ് പോയി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതിലൊരാളെടുത്ത് ട്രോൾ ചെയ്താണ്, നൈറ്റി ഒക്കെ ഇട്ട് ചെയ്തപ്പോഴേ നമ്മുടെ നമ്മുടെ തെങ്കാശിപ്പട്ടണത്തിലെ പാട്ടൊക്കെ സാധാരണ സ്റ്റെപ്സിനേക്കാളും ഞാൻ കുറച്ച് വേറെ രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ സിംഹം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിച്ച് താലിപ്പൻ അങ്ങനെ കുറച്ച് എഫക്ട്സ് ഒക്കെ കൂട്ടിയൊക്കെ ഇട്ടിട്ട് ഞാൻ എന്റെ രീതിക്ക് ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഈ ട്വിസ്റ്റ് അടിക്കുന്ന രീതിയിൽ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ രീതിയിൽ ഞാൻ എന്റെ ഒരു സർക്കിൾ കുറച്ച് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്റെ മൂഡ് സ്വിങ്സും ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന കുറച്ച് ഡിപ്രഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് ഡയലോഗിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് ഡാൻസ് ഒക്കെ, അതങ്ങ് ഭയങ്കര റീച്ചായി പോയി. ആ മുന്നോട്ട് പോക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഗീതുവിന്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് കോമഡിയാണ്. കോമഡി ചെയ്യുന്നത് ടൈമിങ് അത് ഭയങ്കര ഗംഭീരം. ഒപ്പം ഈ ലിപ്പ്, ചിലർക്ക് ഇപ്പൊ നമ്മള് വീഡിയോ കാണുമ്പോൾ ലിപ്പ് ഒക്കെ ആയിരിക്കും, പക്ഷെ എക്സ്പ്രഷൻ കൃത്യമായിട്ട് വരില്ല. അപ്പൊ എക്സ്പ്രഷൻ കിട്ടുമ്പോൾ ലിപ്പ് പോവും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് രണ്ടും കൂടി ഒത്തിണങ്ങി വന്ന ഒരാളാണ്. കോമഡിയാണോ ഇഷ്ടം ചെയ്യാൻ? അല്ല, ഞാൻ കോമഡി അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ ഈ ഒരുവിധം മമ്മൂക്കയുടെ ഡയലോഗ്സ്, ലാലേട്ടന്റെ ഡയലോഗ്, മഞ്ജു ചേച്ചി ഡയലോഗ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞു, എനിക്ക് വേറെ ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്താൽ പിന്നെ എനിക്കുള്ളത് കോമഡിയാ. കോമഡി നമുക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കാണുന്ന ആള് ചിരിക്കണ്ടേ. അപ്പൊ ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം എഴുതിയെടുക്കും, ഡയലോഗ്സ് ഫുള്ള് എഴുതിയെടുക്കും. എന്നിട്ട് അത് ഇരുന്ന് എനിക്ക് സമയമൊന്നുമില്ല ചെയ്യാൻ. ചിലപ്പോ പണിയെടുക്കുന്നതിനിടയിലായിരിക്കും ഞാൻ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഈ ഡയലോഗ്. ചിലപ്പോ കറിക്കരിയുന്നതിനിടയിലായിരിക്കും ഞാൻ ഈ ഡയലോഗ്സ് പഠിക്കുക. അപ്പൊ എനിക്ക് കിട്ടണ സമയം കൊണ്ട് ഞാൻ ആ ഒരു ഡയലോഗ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് വേണ്ടിയിട്ട് ടൈം തരാൻ ആരുമില്ല, നമ്മളെന്നെ കണ്ടുപിടിക്കണം. അത് നന്നായി പെർഫെക്റ്റ് ചെയ്യുമ്പോ നന്നായിട്ട് ചെയ്യണം. എനിക്കൊരു ആഗ്രഹമുള്ള കാര്യമാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കറക്റ്റ് വൃത്തിക്ക് ചെയ്യണം. ഇങ്ങനെ വീഡിയോസിന് നല്ല പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ആ ലിപ്സിങ് കറക്റ്റ് ആയിട്ട് വരണം. അപ്പൊ ഇരുന്ന് വായിച്ചു ഞാൻ ഇത്രയും പഠിത്തല്ല സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല. അപ്പൊ നന്നായിട്ടിരുന്ന് എഴുതിയെടുക്കും ഫസ്റ്റ്, എന്നിട്ട് വായിച്ച് പഠിച്ചെടുക്കും. ചിലപ്പോ എന്നെ ചേട്ടൻ വന്ന് ചോദിക്കും, നീ എന്നിട്ട് ഈ പറഞ്ഞോണ്ടിരിക്കണേ അത് ഡയലോഗ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പഠിച്ചു. അങ്ങനെ അത് പഠിച്ചെടുത്ത് പിന്നെ 2-3 പ്രാവശ്യം ഒരു 10 കുറേ ടേക്ക് പോകും എടുത്ത്. ചിലപ്പോ എനിക്കത് ഇഷ്ടാവില്ല, അത് ഇടില്ല. പിന്നെയും പോയി രണ്ടാമത് ഡ്രസ് ചെയ്തിട്ടൊക്കെ പിന്നെയും വരും. കാരണം എന്നെ 2 ഉണ്ടയൊക്കെ വെച്ചിട്ടൊക്കെയാ ചെയ്യാ, കണ്ണടയൊക്കെ വെച്ച്. അതെ, ഒരു കണ്ണട അതെന്റെ കയ്യിലുണ്ട്. അതുകൂടെ വെച്ചോളൂ കേട്ടോ. അത് വെക്കുമ്പോഴാണ് ആ ഗീതു എഫക്ട് കിട്ടുന്നത് ശരിക്കും. ഇതിന് ഫ്രെയിം ഒന്നുമില്ല. അത് മനസ്സിലായി.
ഫ്രെയിം ഉണ്ട്, ഗ്ലാസ് ഇല്ല. സോറി, അവിടെയും പോയി. ഗീതു ഈ പിന്നെ കാനഡയിലേക്ക് പോയി, കാനഡയിലായിരുന്നു, ഇപ്പൊ എവിടെയാണ്, നാട്ടിൽ എവിടെയാണുള്ളത്? നാട്ടില് തൃശ്ശൂര്, കൊടകര. തൃശ്ശൂരാണ്, സ്ലാങ് ഉണ്ട്. അപ്പൊ തൃശ്ശൂർ ഇപ്പൊ ലീവിന് വന്നതാണോ അതോ മുഴുവനായിട്ട് ഇങ്ങ് പോന്നോ? കുഞ്ഞുണ്ടായി കഴിയുമ്പോ ഞങ്ങൾക്ക് ഒരു 1 ഇയർ ലീവ് കിട്ടും. ആഹാ. അപ്പൊ നാട്ടില് കുറെ വഴിപാട്, ഞാൻ നമ്മുടെ ചോറൂണ് അതിനൊക്കെ വേണ്ടി വന്ന, പിന്നെ ഞാൻ എന്റെ മാരേജ് അതിനൊക്കെ വേണ്ടി വന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ലൈഫ് അങ്ങോട്ട് മാറി, ഫുൾ മാറി. എങ്ങനെയുണ്ട്, പോസിറ്റീവ് ആണോ? പിന്നെ ഞാനിപ്പോ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ആങ്കറിങ്ങിനും ഓരോ ചാൻസിനൊക്കെ വേണ്ടിട്ട് കുറെ പേരുടെ പിന്നാലെ ഇങ്ങനെ പോയിട്ടുള്ളതാ. അതായത് ഇങ്ങോട്ട് കയറി വരുന്നതിന് മുന്നേ എനിക്ക് ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആങ്കറിങ്ങിനെ ചെയ്യാനും കിട്ടിയാലും മതി, എനിക്ക് എന്തെങ്കിലും രീതിയില് മീഡിയയിലേക്ക് ഒന്ന് എത്തിയാൽ മതി എന്ന് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും പറ്റിയില്ല. അപ്പം അങ്ങനെ അത് ഭയങ്കര അപ്പം നമുക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്, എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, അതൊക്കെ തീർക്കണം. ഇങ്ങനെ ഇവിടെ നിന്ന് ഈ സിനിമ അഭിനയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീട് ബാങ്കുകാർ കൊണ്ടുപോകും. അപ്പൊ ഞാൻ വേണ്ട, ഇതൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നല്ല ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞ് അത് കഴിവുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എത്തും, ദൈവം സഹായിച്ചാൽ. നമുക്കിപ്പോ സിനിമയിൽ തന്നെ കയറണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ടിവിയിൽ തന്നെ വരണം എന്നൊന്നുമില്ല. സോഷ്യൽ മീഡിയ തുറന്നു കിടക്കുകയാണ്. നമ്മൾ ആക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ എടുക്കാനായിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പൊ എനിക്ക് ഇതിലിട്ടപ്പോ തന്നെ പണ്ടൊന്ന് എന്താ പറയാ, നമ്മളൊന്നും എക്സ്പ്രസ് ചെയ്യാ, നമ്മള് ചെയ്യുമെന്ന് കാണിച്ചു തരാൻ പോലും ഒരു അവസരം ഒരാൾ തന്നിട്ടില്ല. അതിനൊരു ചാൻസ് തന്നിട്ടില്ല. അന്ന് കയറ്റി വിട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് തരൂ, ഞാനൊന്ന് പെർഫോം ചെയ്ത് കാണിക്കണം. അതിനെ പോലെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് വന്നത് ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാമാണ്. അതിൽ ഇൻസ്റ്റാഗ്രാം പിള്ളേരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരത് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പൊക്കോളും. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യും അവര്. അവരെനിക്ക് അങ്ങനെ എന്നെ നന്നായി അപ്രീഷിയേറ്റ് കാണിക്കാത്തവരാണല്ലേ ഇൻസ്റ്റയിലുള്ളവര്? എല്ലാവരും ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അവര് നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുവിധം എല്ലാവരും. പിന്നെ ചെറുതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല. നമ്മൾ അവരെ എങ്ങനെ അവര് പ്രതീക്ഷിക്കുന്ന എന്താണോ നമ്മൾ കൊടുത്താൽ മതി. ശരി ഗീതു, ഞങ്ങക്ക് അപ്പൊ ലൈവായിട്ട് എന്താണ് ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമോ? ഞാൻ മമ്മൂക്കയുടെ വല്യേട്ടന്റെ ഡയലോഗില്ലേ, ഓക്കെ, കാല് പിടിക്കാൻ കൊയ്യുന്നുണ്ട്, ശരിക്കും തന്നെ ഞാൻ കോമഡി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള വേഷവിധാനങ്ങളൊക്കെ വേണം, കോമഡി ചെയ്തിട്ട്. അപ്പൊ ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഡയലോഗില്ലേ അത് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പൊ അതില് നല്ല മാസ് ബീജം ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് ഞാൻ എന്റെ വോയിസിൽ പറയാം. ഓക്കെ. കാല് പിടിക്കാൻ കൊയ്യുന്നവന്റെ മൂതാവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോനും വിഷയമല്ല. വല്ലവമ്പുറം കലന്തൂട്ടിയാശാന്റെ ശിഷ്യന തല്ലുംപടിയിലെ മാധവനുണ്ണി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കാനെങ്കിലും പറഞ്ഞു വരാൻ പറ നായിട്ട് മക്കളോട്. അടിപൊളി അടിപൊളി. അതെ, ഈ സോഷ്യൽ മീഡിയയില് പറഞ്ഞൊരു വലിയ പോസിറ്റീവ്, ആ പ്ലാറ്റ്ഫോം ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പെർഫോം ചെയ്യാം, നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ റെസ്പോൺസ് പടപടയെന്നാണ് വരുന്നത്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അപ്പൊ തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഈ നെഗറ്റീവ് പോസിറ്റീവ് റെസ്പോൺസുകളോട് എങ്ങനെയാണ്, അതിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? അത് എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് കുറവാ. അതിന് അവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ അത് മൈൻഡ് ആക്കൂല. എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാ. അതായത് ഇപ്പൊ വെറുപ്പിക്കൽ എന്ത് ബോറാണെന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും ആയിക്കോട്ടെ പോവാകും. അങ്ങനെ അവര് പറഞ്ഞോന്ന് വെച്ചാൽ ഞാൻ മാറ്റുന്നില്ലല്ലോ. എടുത്തിട്ട് അടുത്തത് ചെയ്യുമല്ലോ വീഡിയോ. അത് ടിക്ടോക്കിൽ ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ ചിലപ്പോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാണ്ട് എന്റെ ഒരു പ്രൊഫൈല് എനിക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫിൽറ്റർ ഒക്കെ ഇടാൻ, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെ കണ്ട് സ്വയം മനസ്സിന് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാനപ്പോ ജയസൂര്യയുടെ ഡയലോഗ് ഇടും. ഞാനായിട്ട് ആദ്യം നെഞ്ചത്തേക്ക് കയറാറില്ല. നമ്മുടെ നെഞ്ചത്തോട്ട് വന്നാൽ അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചു അങ്ങനെ സ്വഭാവം നമുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇടും. അപ്പൊ അമ്മച്ചി ഞങ്ങള് വെറുതെ പറഞ്ഞതാ. എന്തുകൊണ്ടാ ഗീതു അമ്മച്ചീസ് വ്ലോഗ്, അമ്മച്ചി അതെങ്ങനെയാണ് ആ പേര്? അത് എനിക്ക് എന്റെ അമ്മ എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. ഭയങ്കര അറ്റാച്ച്മെന്റ് പറഞ്ഞു കഴിഞ്ഞാ ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഞങ്ങൾക്ക് അങ്ങനെ ഡാൻസിനും പാട്ടിനും അങ്ങനെ ഒന്നും പോകാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫീസൊക്കെ പഠിത്തം പക്ഷെ അപ്പൊ ഡാൻസിന് കൊടുക്കാനായിട്ട് അങ്ങനെ കാശൊന്നും. ഇപ്പൊ നമ്മൾ അതിനുള്ള ഭാഗം നമ്മൾ പിള്ളേരെ കണ്ടുപിടിക്കും. അന്നൊന്നും ഞങ്ങൾക്കുള്ള അതിനുള്ള അറിയില്ലായിരുന്നു പകുതി മുക്കാലും കാര്യങ്ങളൊന്നും. അപ്പൊ എന്റെ അമ്മ ഓരോരോ ചെറിയ
കാശുണ്ടാക്കി ഞാൻ അങ്ങനെ പറയും, അമ്മ എന്നെ ആനിവേഴ്സറിക്ക് ചേർത്തു, കൊടുക്കാൻ പറഞ്ഞു കാശ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എവിടെന്നെങ്കിലും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തരും. അപ്പൊ എന്റെ ഓരോ ചെറിയ കാര്യങ്ങളും കണ്ടറിഞ്ഞ് എനിക്ക് എന്റെ അമ്മ ഇങ്ങനെ ചെയ്തുതരും. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യമുള്ള ആളാണ് എന്റെ അച്ഛൻ കഴിഞ്ഞ എന്റെ അമ്മ. അപ്പം എനിക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമായ കാരണം കൊണ്ടാണ് അമ്മച്ചീന്ന് പേരിട്ടത്. അത് മാത്രല്ല അമ്മച്ചി എന്ന് പറയുമ്പോൾ അതിന്റെ റെസ്പെക്ട് ഒക്കെ കിട്ടും. കുറച്ച് കുറവായിരിക്കും. ആരും അമ്മേനെ ഒരിക്കലും ഒരാൾ എല്ലാവർക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവര് അന്നും ചീറ്റൊന്നും പറയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാവല്ലേ നമ്മുടെ അമ്മച്ചിയല്ലേ. ഞാൻ ആ പേരും ഈ നമ്മൾ ആദ്യ വീഡിയോ കാണുമ്പോ കൊള്ളാലോ ആള് എന്ന് പറഞ്ഞ് നമ്മൾ പേര് നോക്കുമ്പോ ഒരു ബന്ധമില്ലാത്തൊരു പേരാണ്. ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരാൾ അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് വ്ലോഗ് വരുമ്പോഴേ നമ്മൾ എങ്ങനെ ഇതെന്നുള്ളൊരു ചോദ്യം അന്നേ സംശയമുണ്ട്. ചിലർക്ക് ഭയങ്കര വിഷമാ അമ്മച്ചി തള്ളേ ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര വിഷമാ. അപ്പൊ ഞാൻ ഒരിക്കും അവരെ അങ്ങനെ വിളിച്ചാലും അങ്ങനെ വിളിക്കുന്നോണ്ട് എന്താണ് പ്രശ്നം? അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിഷമാ. അങ്ങനെ ചെയ്യാൻ പാടില്ല. യങ് ആയിട്ടിരിക്കുന്നവരെ അനിയത്തി കുട്ടി ചേച്ചി അങ്ങനെയൊന്നും മാത്രമൊന്നുമല്ല, എല്ലാവരും എല്ലാം വിളിക്കാം. അതൊന്നും ഒരു നെഗറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് അത് തന്നെ വിചാരമുള്ളൂ. എന്റെ പേര് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് അമ്മച്ചേന്ന് വിളിക്കുന്നത് തന്നെ എനിക്കിഷ്ടം. ഈ കാനഡയില് എന്താ വർക്ക് ചെയ്യുവാണോ അവിടെ? അപ്പൊ ഇപ്പൊ പറഞ്ഞു രണ്ടാമതൊരാളും കൂടി കുഞ്ഞും കൂടി ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ 2 കുട്ടികളുടെ അമ്മയാണെന്ന് എടുത്തു പറഞ്ഞാലേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ വിശ്വസിക്കത്തുള്ളൂ. അത്രയും കാണാൻ അത്ര യങ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാ അവിടുത്തെ ലൈഫൊക്കെ? എങ്ങനെയാണ് ഈ വീഡിയോയും ഇതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? അതോ എനിക്ക് അവിടെ റെസ്റ്റോറന്റിലായിരുന്നു ആദ്യം ജോലി. ഞാന് ഫുഡ് സർവീസ് സൂപ്പർവൈസർ, അതൊക്കെ ചുമ്മാ പറയണത് കേട്ടോ, നമുക്ക് PR കിട്ടാൻ വേണ്ടി. ഫുഡ് സർവീസ് സൂപ്പർവൈസർ എന്നൊക്കെ നമുക്ക് അങ്ങനെ പൊസിഷൻ തരും, പക്ഷെ എല്ലാ പണിയെടുക്കണം. അവിടെ ചെന്നപ്പോ എന്ത് പണി. പണ്ട് ഞാൻ പറയും ആദ്യം ചെന്ന സമയത്ത് ബാത്റൂം കഴുകാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും ഇവിടെ ഇതൊക്കെയാണ് ചെയ്യാ അങ്ങനെ പറഞ്ഞു. പിന്നെ നമുക്ക് അങ്ങനെ എന്ത് ജോലിയും ചെയ്യാം. അതിന് ഒരു നാണവും വിചാരിക്കണ്ട എന്ന് വിചാരിച്ച് ഒരു തരം ഓപ്പൺ മൈൻഡ് ആക്കിയത് അവിടെ പോയതിനു ശേഷമാണ്. അപ്പൊ അവിടെ ഞാൻ പിന്നെ റെസ്റ്റോറന്റിലായിരുന്നു ജോലി. ബർഗറിന്റെ ഒരു ഷോപ്പാണ്. അവിടെ ആയിരുന്നു എനിക്ക് PR കിട്ടാൻ ഫുഡ് സർവീസ് സൂപ്പർവൈസർ അന്ന് തന്നെയാണ് പറയാം. B-level ജോബാണ്, അതായത് സൂപ്പർവൈസർ പൊസിഷൻ. പക്ഷെ നമ്മൾ എല്ലാ പണിയും എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു സന്തോഷമില്ല. ഇത് പണി ജോലി വീട് പണി വീട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ആണ് ഞാൻ ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നന്നായി കയറിയത്, അതിൽ വന്നത്. അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഇവരെ നോക്കി മാത്രം തന്നാ മതിയാ. PR കിട്ടി, പിള്ളേരായി, അവർക്ക് മാത്രം ലൈഫ് മോഡലോ എന്റെ ലൈഫിലെ. അപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. ഞാൻ അത് ഇനി എല്ലാം സെറ്റിലായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജന്മത്ത് നടക്കൂല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടുന്ന സമയത്ത് ഇപ്പൊ കുഞ്ഞുറങ്ങൂലോ, അപ്പൊ ഞാനൊരു ഡയലോഗ് പഠിക്കും, ഡയലോഗ് എഴുതി വെക്കും. പാത്രം കഴിക്കണ സമയത്ത് ഞാൻ ആ ഡയലോഗ് പഠിക്കും. ചിലപ്പോ എന്റെ മൂത്ത മോളെ സ്കൂളിൽ വിട്ട് രണ്ടാമത്തെ മോൻ കിടന്നുറങ്ങണ സമയത്ത് ഞാൻ എല്ലാം ചെയ്ത് വേഷവിധാനങ്ങളൊക്കെ ചെയ്യാൻ വന്നിരിക്കും. ചിലപ്പോ ആ സമയത്തായിരിക്കും അവൻ എണീറ്റ് വരിക, അമ്മേന്ന് വിളിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ അവനെ ഉറക്കിയിട്ട് പിന്നെ വന്ന് ചെയ്യും. അങ്ങനെ നമുക്ക് എല്ലാത്തിനും സമയമൊന്നും ഉണ്ടാവില്ല, നമ്മള് കണ്ടുപിടിക്കണം. ഈ കാനഡയിലേക്ക് പോയത് വിവാഹം കഴിഞ്ഞിട്ടായിരുന്നോ അതോ അതിനു മുമ്പാണോ? വിവാഹം കഴിഞ്ഞിട്ട് ചേട്ടനാ വീട്ടിൽ കൊണ്ടുപോയത്. അപ്പൊ ആ ചേട്ടനെ കുറിച്ച് പറയൂ, കുഞ്ഞുങ്ങളെ കുറിച്ച് പറയൂ. പേരെന്താണ്, എത്ര പ്രായമുണ്ട്, ആരൊക്കെയാണ് സപ്പോർട്ട് വീട്ടില്, എല്ലാം പറയൂ. കുടുംബത്തെ കുറിച്ച് പറയൂ. എന്റെ ഇപ്പൊ കാനഡയിലേക്ക് ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് എനിക്കൊരു മോള് ഉണ്ട്. കൽഹാര എന്നാണ് പേര്, മൂത്ത മോളുടെ പേര്. കൽഹാര അശോക് എന്നാണ് മൂത്ത മോളുടെ പേര്. എന്റെ ചേട്ടന്റെ പേര് അശോക് എന്നാണ്. എന്റെ രണ്ടാമത്തെ മോന്റെ പേര് യാദ്വിക് അശോക്. മൂത്ത ആള് 7 വയസ്സാണ്, രണ്ടാമത്തെ ആള് 9 മാസമായിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്റെ വീട്ടില് അമ്മ, അനിയൻ, ചേട്ടന്റെ വീട്ടില് അമ്മ, അനിയൻ, അനിയന്റെ വൈഫ്, കുഞ്ഞും. ഇവരാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയണത്. അപ്പോ നാട്ടില് ഞാൻ കാനഡയ്ക്ക് പോയി നമ്മുടെ ഫസ്റ്റ് പ്രളയത്തിന്റെ അന്നാണ്. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചേട്ടാ സൂപ്പർ ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാ നന്നായി, കൊള്ളത്തില്ലേ, കുഴപ്പമില്ല, അങ്ങനെ ഞാൻ ഒന്നിനുമില്ലേ, എനിക്കിഷ്ടമുള്ള എന്നോട് ചോദിക്കരുത് എന്റെ എന്ത് ചേട്ടൻ എന്നെ വിടാഞ്ഞേ എന്ന് നീ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് എന്നെ വരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, ഡീൽ ചെയ്യാൻ പറ്റണം, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കളിക്കുമോ എന്ന് പറഞ്ഞു. നല്ല ഉപദേശമാണ്. ഇതിലിരുന്ന് നീ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇടുമ്പോൾ പോസിറ്റീവ്സ് വരുന്ന പോലെ നെഗറ്റീവ്സ് നിനക്ക് വരും. അത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് കരഞ്ഞു പിഴിഞ്ഞ് ബഹളം ഉണ്ടാക്കി വീട്ടിലെല്ലാവരും വിഷമപ്പെടുത്തി കഴിഞ്ഞാൽ അതിനാണെങ്കിൽ പോകണ്ടെന്ന് പറയും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ
ആദ്യമൊക്കെ കുറച്ച് വിഷമമുണ്ട് ആദ്യം ഫസ്റ്റ്. പിന്നെ ഭയങ്കര ഇങ്ങനെ നമുക്ക് കല്ല് എറിഞ്ഞ് അത് ഭയങ്കര സ്മൂത്ത് ആവുമെന്ന് പറയില്ലേ, അതെ. ഇപ്പൊ അങ്ങനെ. ഈ വീട്ടില് നേരത്തെ ഞാൻ കുറെ ഇങ്ങനെ വ്ലോഗൊക്കെ കണ്ടപ്പോ അതിനകത്ത് പഴയ ഒരു ഫോട്ടോ കണ്ടു. ആളെ എൻറ്റയർലി മാറിയിരിക്കുകയാണ്. ഈ രൂപം, ലുക്ക് ഇപ്പൊ ഉള്ളൊരു ലുക്കേ ആയിരുന്നില്ല. ആ ലുക്ക് മാറിയത് കാനഡയിൽ പോയിട്ടാണോ അതോ റീസെന്റ് ആണ്? അതാ അത് അവിടെ ചെല്ലുമ്പോ ഞാൻ സാധാരണ ഒരു ഇങ്ങനെ കോലരച്ചിരുന്നതാ. ഇങ്ങനെ ഭക്ഷണത്തിനൊക്കെ ഇങ്ങനെ ബീഫ് ഇതൊന്നും ഞാൻ ബീഫ് പുറത്തൊന്നും കഴിക്കില്ല. അവിടെ ചെന്നപ്പോഴേ പണിയെടുക്കണം തുടങ്ങി നല്ല ആരോഗ്യം വേണം. കട്ട പണിയാ. അപ്പൊ നല്ല ആരോഗ്യം വേണമെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കണം. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ചെന്നപ്പോ നന്നായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കുറച്ചൊക്കെ തടിച്ചു. പിന്നെ ഭയങ്കര നാടനായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി. പിന്നെ കുറച്ച് പിന്നെ മുടി മൊട്ട അങ്ങ് അടിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ എനിക്ക് ആ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹം ഉണ്ടായോ അതൊക്കെ ഞാൻ ഈ പേടി കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന പല സംഭവങ്ങളും അങ്ങ് നടത്തി. മുടി മൊട്ട അടിക്കണം. ഈ ഇവിടുന്ന് കാനഡയിലേക്ക് പോയ ആളല്ലല്ലോ മടങ്ങി എത്തിയത്, ഫേമസ് ആയിട്ടാണ്. ഇപ്പൊ എങ്ങനെയാണ് നാട്ടില് സ്വീകരണമൊക്കെ ഉണ്ടോ? ഞാൻ എയർപോർട്ടിൽ വന്നപ്പോ കുറച്ചു പേരെ കണ്ടായിരുന്നു. അമ്മച്ചി അവർക്കൊരു ഡൗട്ടാ ഞാനാണോന്ന്. കാരണം ഞാനിങ്ങനെ ആണോ, അപ്പൊ അവരിങ്ങനെ വന്ന് ചോദിക്കും അമ്മച്ചിയില്ലേ. അതെത്ര സന്തോഷം തരുന്നുണ്ട് ഈ നാട്ടിലേക്ക് വരുമ്പോൾ ആൾക്കാരുടെ ഒരു നോട്ടവും ഫോട്ടോ എടുക്കാനൊക്കെ പറയുമ്പോ. ഇവിടെ വീടിന്റെ അടുത്തൊക്കെ ഇവിടെ വന്ന് എന്തോ ഒരു കാര്യത്തിന് ഒരാൾ വന്നപ്പോ കാറിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവര് ചേച്ചി ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുള്ളോ, ചേച്ചി ഇവിടെയാണ്. ഞാൻ ആദ്യം സ്ഥലം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എവിടെയാണ് വീട് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അമ്മച്ചിയുടെ വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇങ്ങനെ. അപ്പൊ എനിക്ക് വന്നപ്പോ എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. അപ്പൊ ഒന്ന് ഫ്രീ ആവട്ടെ എന്നിട്ട് എല്ലാവരും കാണാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. അവരല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന അവരല്ലേ. ഇത് സിനിമ ഭയങ്കര സ്വപ്നമാണല്ലോ. അവിടെ നിന്ന് എന്തെങ്കിലും ഓഫർ ഇതുവരെ വന്നിട്ടുണ്ടോ? വന്നാല് ഇനി പോവോ? 2 കുട്ടികളൊക്കെ ആയി, എന്നാലും പോവും? വന്നു. ഓക്കെ, ഗ്രേറ്റ്. പറയൂ, അതിനെ കുറിച്ച് പറയൂ. എനിക്ക് ടോവിനോന്റെ ഒരു ന്യൂ പടം ഉണ്ടായിരുന്നു, എനിക്കൊരു ഓഫർ വന്നു. അപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 6 months നാട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. എന്റെ മോന് 6 മാസേ, അവൻ സിറ്റീസൺ അവിടുത്തെ. അപ്പൊ 6 മാസത്തെ ഒരു ഒരു ടൈമിലെ ഗ്യാപ്പിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് എനിക്ക് പിന്നെയും വരാം. അപ്പൊ ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്ത് പിന്നെ എനിക്ക് ഇങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെയൊക്കെ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും വന്നു. ഇപ്പൊ 2-3 കുറെ ഷോർട്ട് ഫിലിംസ് വന്നു, കുറെ സീരീസ് വന്നു. പിന്നെ അതായത് നമ്മൾ ആഗ്രഹിച്ച എന്തോ അതെല്ലാം വന്നിട്ട് ഞാനിപ്പോ ഒരു ബാച്ചിലർ ആയിരുന്നെങ്കിൽ ഞാൻ അഡിക്ഷൻ അല്ലേ ഫിലിം. ഗീതു ഉറപ്പായിട്ടും ഇപ്പൊ ഉള്ള ഈ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഗീതു പറയണ പോലെ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഗീതുവിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ, നല്ലൊരു നടിയെ മലയാള സിനിമയ്ക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടൊക്കെ ആകട്ടെ ഗീതു ഇരിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു മാം. ഇങ്ങനൊരു അവസരം എനിക്ക് ഇവിടെ തന്നതിന് ഏറ്റവും വലിയ താങ്ക്സ്. താങ്ക് യു.